എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്ക് നോക്കിയാലോ? അപ്പൊ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ അമർത്തുക കേട്ടോ. ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ആൻഡ് പെർഫോം ദ സ്റ്റോറി ആണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്റർ, ഏതാണ് ചാപ്റ്റർ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ദ ജംഗിൾ ഫൈറ്റ്. ദ ജംഗിൾ ഫൈറ്റ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആരാണ് ഇപ്പൊ വിന്നർ ആയിട്ടിരിക്കുന്നത്? വിന്നർ ആയിട്ട് ആരാണുള്ളത്? ഫോക്സ് ആണ് അല്ലെ. ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫോക്സ്? ആരാണ് ഇപ്പൊ ഫോക്സിന്റെ അടുത്ത് നിൽക്കുന്നത്? Yes, a cat. അല്ലെ? Is he going to fight with the fox? ഫോക്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണോ ഇപ്പൊ ഈ കാറ്റ് ഇവിടെ നിൽക്കുന്നത് ഫ്രണ്ടില്? Yes, of course. What are the other animals doing? ബാക്കിയുള്ളവരൊക്കെ എന്താണ് ചെയ്യണത്? What are the other animals doing? They are laughing. അല്ലെ? They are laughing. Meow, meow. Will you give me a chance? The cat stepped forward. Okay, meow meow എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് തരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ആരാ ചോദിക്കുന്നത്? The cat. Cat stepped forward. അല്ലെ? Cat stepped forward. മുൻപിലേക്ക് വന്നു. Yay! Ha ha! Everybody laughed at the cat. എന്താ സംഭവിച്ചത്? എല്ലാവരും നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ, പിക്ചറിൽ കണ്ടില്ലേ, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. Ha ha! Everybody laughed at the cat. I can throw you up like a feather. I can throw you up like a feather. Feather എന്ന് പറഞ്ഞാൽ എന്താ? തൂവൽ അല്ലെ. പക്ഷികളുടെ തൂവലാണ് feather എന്ന് പറയുന്നത്. എനിക്ക് നിന്നെ തൂവല് പോലെ എടുത്ത് കളയാൻ പറ്റും, എറിയാൻ പറ്റും. ത്രോ, എറിയാൻ പറ്റും. The fox threw the cat into the air. എന്താ ചെയ്ത്? ഫോക്സ് എടുത്തിട്ട് കാറ്റിനെ മുകളിലേക്ക്, എയറിലോട്ട് എറിഞ്ഞു. Why did all the animals laugh at the cat? എന്തുകൊണ്ടായിരിക്കും എല്ലാ ആനിമൽസും ചിരിക്കുന്നത്? Because the cat is very small. അല്ലെ? കാറ്റ് ഭയങ്കര ചെറുതാണ്. എങ്ങനെയായിരിക്കും ഇവന് ഈ ഫോക്സിനെ വെല്ലുവിളിക്കാൻ ഇത്ര ധൈര്യമോ? അപ്പൊ അത് കണ്ടിട്ടാണ് എല്ലാവർക്കും ചിരി വന്നത്. Will the cat be able to fight with the fox? ഫോക്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ കാറ്റിന്? നമുക്ക് നോക്കിയാലോ. Where is the cat now? The cat is in the air. അല്ലെ? മുകളിലാണ്. up in the air. മുകളിൽ ഇങ്ങനെ, അതായത് ഫോക്സ് ത്രോ ചെയ്തില്ലേ, എറിഞ്ഞില്ലേ കാറ്റിനെ എയറിലോട്ട്. Will he fight with the fox? ഫോക്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യോ? നോക്കിയാലോ. The cat landed on his paws. The cat landed. നമുക്കറിയാലേ കാറ്റ് ലാൻഡ് ചെയ്യും അല്ലെ. പോസ്, അതായത് അവന്റെ കാലിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യും, വീഴില്ല അല്ലെ. 4 കാലിലാണ് കാറ്റ് വീഴുക. The fox got angry. The fox got angry. ഫോക്സിന് ദേഷ്യം വന്നു. Here you go up again. വീണ്ടും എടുത്ത് എന്ത് സംഭവിച്ചു? Once again he caught the cat. Catch അല്ലെ? Caught. Catchന്റെ past tense ആണ് caught. വീണ്ടും പിടിച്ചു. എന്നിട്ട് threw him up. വീണ്ടും എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. Again the cat landed on his 4 legs. വീണ്ടും കാറ്റ് 4 കാലില് ലാൻഡ് ചെയ്തു. He laughed at the fox. എന്താ ചെയ്ത്? ഫോക്സിന്റെ നേരെ ചിരിച്ചു. This made the fox more angry. ഈ കാറ്റ് ലാഫ് ചെയ്യുന്നത് കണ്ടപ്പോ വീണ്ടും ഫോക്സിന് ആംഗ്രി ആയി, ദേഷ്യം വന്നു. He threw the cat up several times. ഒരുപാട് തവണ കാറ്റിനെ ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു.
അപ്പൊ എന്താ സംഭവിച്ചത്? But the cat always landed on his paws. കാറ്റ് എപ്പോഴും അതിന്റെ നാല് കാലിൽ തന്നെയാണ് വീണത്, ലാൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നെടുത്ത ടോപ്പിക്. അടുത്തത് ആക്ടിവിറ്റി 5. The king is very happy with his new pet, the cat. He wanted to know how the cat became the winner. The king asked the cat about the fight. This is what the cat said. Can you complete it? അതായത് കിങ്ങിന് ഭയങ്കര സന്തോഷായി, ഒരു ന്യൂ പെറ്റിനെ കിട്ടിയല്ലോ. ഏതാണ് ന്യൂ പെറ്റ്? ദ കാറ്റ്, അല്ലെ? He wanted to know how the cat became the winner. എങ്ങനെയാണ് ഈ കാറ്റ് ജയിച്ചതെന്ന് രാജാവിന് അറിയണമായിരുന്നു. അപ്പൊ രാജാവ് ഇതിനെ കുറിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ഈ ഫൈറ്റ് നടന്നത് എന്നൊക്കെ. അപ്പൊ കാറ്റ് ഇതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, the elephant was big but the lion beat him. The lion was strong but the tiger beat him. The tiger was brave but the bear beat him. The bear was fat but the giraffe beat him. The giraffe was tall but the bull beat him. The bull was smart but the horse beat him. The horse was fast but the fox beat him. The fox was cunning but the cat beat him. Okay, I was small but I won the fight. ഇതാണ് കാറ്റ് പറഞ്ഞത്. അടുത്തത് ആക്ടിവിറ്റി 4. Say what the fighters are doing. You can select words from the box to write sentences. One is done for you. അപ്പൊ ഈ പിക്ചർ നോക്കിയിട്ട് എന്താണ് അവർ ചെയ്യണത് എന്ന് പറയണം. The lion is hitting the elephant. അടുത്തത് എന്താ? The tiger is biting the lion. The horse is kicking the bull. അടുത്തത് the bull is butting the giraffe. അടുത്തതോ the fox is throwing the cat. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. റീഡ് ആൻഡ് പെർഫോം ദ സ്റ്റോറി. ഓക്കെ, നിങ്ങൾ തന്നെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് സ്റ്റോറി പെർഫോം ചെയ്യണം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബെൽ ബട്ടൺ വരും. അതിൽ ഒന്ന് പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻ വരും. അതിലും ഓൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.